നടനും രാഷ്ട്രീയ നേതാവുമായ വിജയ്ക്കെതിരെ ഫത്വ പുറപ്പെടുവിച്ച് ഓൾ ഇന്ത്യ മുസ്ലിം ജമാഅത്തെ സിനിമകളിൽ മുസ്ലിം സമുദായത്തെ മോശമായി ചിത്രീകരിച്ചെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നടപടി. ഇഫ്താർ വിരുന്നിൽ മദ്യം കഴിപ്പിക്കുന്നവരെ പങ്കെടുപ്പിച്ചെന്നും ആരോപണമുണ്ട്. ഡൽഹിയിൽ നിന്ന് ശരത്ലാൽ നമുക്കൊപ്പം ചേരുകയാണ്. ശരത്ലാൽ, ഇതുമായി ബന്ധപ്പെട്ട് വിജയുടെ ഇഫ്താർ വിരുന്നുമായി ബന്ധപ്പെട്ട് നേരത്തെയും ഒരു മുന്നറിയിപ്പ് എന്ന നിലയിൽ ഒരു ആരോപണം ഉന്നയിക്കപ്പെട്ടിരുന്നു. ഇപ്പോൾ ഫത്വ പുറപ്പെടുവിച്ചിരിക്കുകയാണ്. ഇതൊക്കെ സംഭവിക്കുന്ന കാര്യങ്ങളാണല്ലേ? ഇത് വളരെ വളരെ വ്യത്യസ്തയാണ്. കാരണം എന്ന് പറഞ്ഞാൽ ലക്നോ UP-യിൽ നിന്നുള്ള ഒരു സംഘടനയാണ് ഇത് ഫത്വ പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഓൾ ഇന്ത്യ മുസ്ലിം ജമാഅത്ത്. അത് തമിഴ്നാട്ടിലെ സുന്നി മുസ്ലിങ്ങളുടെ ആവശ്യപ്രകാരമാണ് താൻ ഇത് പുറപ്പെടുവിക്കുന്നത് എന്നാണ് അതിന്റെ മൗലാന ഷഹാവുദ്ദീൻ റിസ്വി വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും വളരെ വ്യക്തതയോടെയാണ് ഫത്വ പറഞ്ഞിരിക്കുന്നത്. കാരണം ഇപ്പോൾ വിജയുടെ പുതിയ പാർട്ടിയുമായിട്ട് സുന്നി മുസ്ലിങ്ങൾ സഹകരിക്കരുത്. കാരണം ചൂതാട്ടത്തെയും അതേപോലെ തന്നെ മദ്യപാനത്തെയും പ്രോത്സാഹിപ്പിക്കുന്ന വ്യക്തികളെ ഇഫ്താർ വിരുന്നിൽ ക്ഷണിച്ചു. സിനിമകൾ മുസ്ലിം സമുദായത്തെ അപമാനിക്കുന്ന തരത്തിലുള്ള സിനിമകൾ അഭിനയിച്ചു. ഇതൊക്കെ ചൂണ്ടിക്കാട്ടിയാണ് മുസ്ലിം വിരുദ്ധത വിജയിൽ ആരോപിക്കുന്നത്. അതേപോലെ തന്നെ വിജയുടെ പുതിയ പാർട്ടിയിൽ സുന്നി മുസ്ലിങ്ങൾ പങ്കെടുക്കരുത് എന്നാണ് ഉത്തർപ്രദേശ് ലക്നോയിലുള്ള ഇന്ത്യൻ ജമാഅത്ത് കൗൺസിലിന്റെ അധ്യക്ഷനും കൂടിയായ സയ്യിദ് മുഹമ്മദ് റിസ്വി ഫത്വ പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഏതായാലും UP-യിലെ ഒരു ഫത്വ എന്ന നിലക്ക് ഇതിനെ ആ തരത്തിൽ തന്നെ കാണണം. എന്നാൽ ഇത് സുന്നി വിഭാഗത്തിൽ അംഗീകരിക്കുന്ന ഒരു സംഘടനയാണ് ഓൾ ഇന്ത്യ ജമാഅത്ത്. അതുകൊണ്ട് തന്നെ ഇതിനെതിരെയുള്ള വിജയനെതിരെയുള്ള വ്യക്തിപരമായിട്ടുള്ളതിലുപരി വിജയുടെ പാർട്ടിക്കെതിരായിട്ടുള്ള ഒരു നിലപാടായിട്ട് ഇതിനെ നമ്മൾ കാണേണ്ടി വരും. ബിനീഷ്, വ്യക്തമാണ്. ശരത്ലാലാണ് വിവരങ്ങൾ നൽകിയത്. നടൻ വിജയ്ക്കെതിരെ ഫത്വ പുറപ്പെടുവിച്ചിരിക്കുകയാണ്. വിജയുടെ സിനിമകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കരുത് എന്നുള്ളതാണ് ലക്നൌവിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഓൾ ഇന്ത്യ മുസ്ലിം ജമാഅത്തയുടെ നേതാവിൻ്റെ ഫത്വയിൽ പറയുന്നത്. മുസ്ലിം സമുദായത്തെ മോശകരമായി ചിത്രീകരിച്ചു, ഇഫ്താർ വിരുന്നിൽ മദ്യം കഴിക്കുന്നവരെ പങ്കെടുപ്പിച്ചു എന്നുള്ളതൊക്കെയാണ് വിജയ്ക്കെതിരായ ആരോപണം. എന്തായാലും ഫത്വ ഇന്ത്യൻ ഭരണഘടന പ്രകാരം നിയമപരമായ ഒരു കാര്യം കൂടി അല്ല എന്നുള്ളത് ഓർപ്പിക്കുകയാണ്. ശരത്ലാലാണ് വിവരങ്ങൾ നൽകിയത്.